ഷോപ്പിൽ ഒരു ഐറ്റം ആരെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരികയാണെങ്കിൽ ഞാൻ അവർക്ക് കംപ്ലീറ്റ് മെനു തന്നെ വാങ്ങിച്ചു കൊടുക്കും. അത് അവർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് 10,000 രൂപയും കൊടുക്കും കേട്ടോ. അവർക്ക് ഫ്രണ്ട്സിനോ ഫാമിലിനെയൊക്കെ കൂട്ടിക്കൊടുന്ന് കഴിച്ചാൽ മതി, ഒറ്റയ്ക്ക് കഴിക്കണം എന്നില്ല ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തോപ്പുംപടിയിലെ ഖസർ ലബാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ്. നിങ്ങൾക്ക് ഈ ഷോപ്പ് അറിയാൻ പറ്റും, സ്വീറ്റ്സ് ഈ ഡിസേർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു ഏരിയ കേട്ടോ. ഒരുപാട് ഫാമിലി, ഒരുപാട് തിരക്കുണ്ടാകുന്ന ഷോപ്പാണത്. അപ്പോൾ ഞാൻ ഉച്ചക്ക് വന്നിക്കണേ, ഇത് നോക്കിയോ കേട്ടോ, ആരെങ്കിലും വാങ്ങിച്ചു തരുമെന്ന്. തോപ്പുംപടിയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഇതാണ് ആ ഫോട്ടോ വെച്ച് പോകുന്ന റോഡ് കേട്ടോ. അപ്പോൾ ഈ റോഡിന്റെ സൈഡിലൊക്കെ ആർക്കെങ്കിലും ചോദിക്കാം. ചേട്ടോ ഒരു കാര്യം, സമയല്ലേ അവിടെ നിൽക്കുമ്പോൾ, ആ ഭാഗത്ത് നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് ആളുകൾ അറിഞ്ഞു നിർത്തുകയാണ്. അപ്പം നടക്കുന്നില്ല. ഇനി കുറച്ച് അറിയാത്ത ആരെങ്കിലും പിടിക്കാൻ പറ്റുമോ? എനിക്കൊരു ഡിസേർട്ട് വാങ്ങിച്ചു തരും. എന്ത് സംഭവിച്ചാലേ ഇവിടെ എന്നെ അറിയുന്നുണ്ട്. ചേച്ചി എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരുമോ? ഇല്ല, ഐസ്ക്രീം അല്ല ഡിസേർട്ടാണ്. ഇവരോട് വെച്ചില്ല. എനിക്കൊരു ഡിസേർട്ട് വാങ്ങിച്ചു തരുമോ? അല്ല എസ് പറഞ്ഞ പറഞ്ഞാൽ മതി. ചേച്ചി എനിക്കൊരു ഡിസേർട്ട് വാങ്ങിച്ചു തരുമോ? ഒരു ഡിസേർട്ട് വാങ്ങിച്ചു തരുമോ? ചേച്ചി പേയ്മെന്റ് ചെയ്യണം. വാങ്ങിച്ചു തരില്ല. ഇതിന്റെ പേരതാ? സൽമ. ഇറ്റാണ്. ഓക്കെ, എനിക്ക് ആ ഖസർ ലബാൻ എന്നൊരു ഡിസേർട്ട് വാങ്ങിച്ചു തരുമോ? വാങ്ങിച്ചു തരുമോ? 350 രൂപയാണ്. ചേച്ചി പൈസ കൊടുക്കണ്ടോ? ഞാൻ പനിയായിട്ട് ഒരാഴ്ച ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ചില്ലറ പൈസ ഉള്ളു. 350 രൂപ ഉണ്ടോ? 350 രൂപ ഉണ്ടാവും. വാങ്ങിച്ചു തരുമോ? വേറെ പൈസ ഒന്നും കയ്യിലില്ല? വേറെ ഒന്നുമില്ല, ഞാൻ പനിയായിട്ട് ഒരാഴ്ച ഇപ്പൊ ഇറങ്ങിയതാ. വാങ്ങിച്ചു തരുമോ? പനി പിടിച്ചടക്കുന്നുണ്ടോ? ഒന്നും കണ്ട കഴിഞ്ഞ ദിവസം കൂടെ ഇതുപോലെ രാത്രി 500 രൂപ വേണമെന്ന് കൊടുത്തു. 500 രൂപ ഉണ്ടായിരുന്നു, കൊടുക്കാറുണ്ട്. സ്നേഹം ഇത് മൈക്ക് വെച്ചോടന്നാ വെറുതെ. സ്നേഹമല്ല, നമുക്ക് നാളെ നമുക്ക് ഒരു ആപത്ത് വരുമല്ലോ. നമുക്ക് പറയാം. അല്ല, അപ്പൊ എന്നെ കണ്ടിട്ട് ചേച്ചിക്കൊന്നും തോന്നണോ ഇത് വാങ്ങിക്കാം ചോദിക്കുമ്പോ? വാങ്ങിക്കാത്ത പ്രത്യേകിച്ച് അത്ര പാവമല്ല, എന്നാലും എന്നോട് ചോദിച്ചപ്പോ എനിക്ക് മേടിച്ചു തരട്ടെ. അതത്രേ ഉള്ളൂ. ടീഷർട്ട് ഇല്ലല്ലോ മോനെ, തുണിക്കടയാണോ? അല്ലല്ലോ, ടീഷർട്ട് അല്ല, ഡിസേർട്ട്. ഇത് കഴിക്കാനാണ്. എന്തായാലും മേടിച്ചത്. ഇവരെ മെനു എല്ലാം 350. ഏറ്റവും കുറവത്തില്ലേ ബ്രോ? ഏറ്റവും കുറഞ്ഞ റേറ്റ് സാധനം 350 മേടിച്ചുണ്ട്. ഉണ്ടോ? 350 രൂപ ഉണ്ടോ? സലാങ്കാട്ടോ മതി എനിക്ക്. പിസ്റ്റാച്ചോ ഇല്ലേതാ ബട്ടർ? അത് മതി. പൈസ ഉണ്ടോ ചേച്ചി? ചേച്ചിന്റെ വീട് അവിടെ? ഇവിടെ തന്നെ കൊണ്ടുവരുന്നത്. 350 രൂപ. ഞാൻ പൊക്കോട്ടെ. കഴിക്കണ്ടേ? അല്ല, എനിക്ക് വേണ്ട, പോകാൻ വെച്ചോ. അല്ലേ? എനിക്ക് വേണ്ട. വേണ്ട, ഞാൻ ഇതൊന്നും കഴിച്ചിട്ടില്ല. കൊച്ചിനെ വേണമെന്ന് പറഞ്ഞോണ്ടാണ്. ഇതുവരെ ഇവിടെ കഴിച്ചിട്ടില്ല? ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. കഴിച്ചു നോക്കണം. വേണ്ട, കൊച്ചു കഴിച്ചു. എനിക്ക് വേണ്ട ചേച്ചി. ഒരു പനിയാണ്. പനിയാണ്, കഴിക്കാൻ പറ്റൂല. ഓക്കെ, ഒരു ചലഞ്ച് ആയിരുന്നു അത്. അതായത് എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു തരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ മെനു കംപ്ലീറ്റ് ചേച്ചിക്ക് വാങ്ങിച്ചു തരും. ഈ കംപ്ലീറ്റ് മെനു ചേച്ചിക്ക് ഞാൻ വാങ്ങിച്ചു തരും. ചേച്ചിക്ക് ഫാമിലിയോ ഫ്രണ്ട്സിനെ ആരെ കൊടുത്തിട്ടും ഇത് കഴിച്ചാൽ മതി. കഴിച്ചു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ഞാൻ ചേച്ചിക്ക് തരും. ഒരു ചലഞ്ചാണ്. ഇൻട്രസ്റ്റ് ഉണ്ടോ? ചെയ്യാൻ താല്പര്യമുണ്ടോ? അതായത് ചേച്ചിന്റെ പൈസ തിരിച്ചു തരും. അങ്ങനെയാണ്. ശരീരമൊക്കെ ഇതാകുന്നത്. താല്പര്യമുണ്ടോ? അതായത് ഫാമിലിനെ ഒരു ഇവരെ മെനു കഴിക്കണേ അറൗണ്ട് ഒരു 10-12 പേരുമാണ്. അപ്പോൾ നിങ്ങൾ 10-12 പേരെ എടുത്തു വരണം. എന്നിട്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തരും. എമൗണ്ട് ഞാനിപ്പോൾ പറയും. ഞാൻ ഒന്ന് പോയിട്ട് വരാം. നോക്കിട്ട് പറ്റോ? കൺഫേം ചെയ്യണം. നിങ്ങളെ ഫാമിലി വേണോ? ഒരാള് ഫാമിലി എൻ്റെ ചേച്ചിയുടെ മോളുണ്ട്. അവരെ കൂട്ടുപോയോ? ഇതെന്താ, അവരെയൊക്കെ കൂട്ടാലോ. പെട്ടെന്ന് വരുമോ? ഓടി വരും. 12 പേര്. ചേച്ചി എന്തോ? ഇത് ഷുഗർ ഇല്ലാത്തവരെ കൊണ്ടുവരണോ? മധുരാണ്. ചേച്ചിന്റെ പേരെന്താ? എന്റെ പേര് സൽമ. സൽമ. സൽമ മുസ്ലിം അല്ല,
മുസ്ലിം ഒരു മിക്സ് ആണ്, ഹിന്ദു ആ ഓക്കെ ഓക്കെ. എന്തായാലും ഓൾറെഡി പനി പിടിച്ച് ഓടാതിരിക്കായിരുന്നു അല്ലേ? ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങിയ 10-200 രൂപ കിട്ടുന്നെങ്കിൽ അത്ര ആവട്ടെ. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് വാങ്ങിച്ചു തരാൻ തോന്നി? വാങ്ങിച്ചു തരാൻ തുടങ്ങി എന്നോട് ചോദിക്കുന്നതല്ല മോന്, അതും എൻ്റെ ഒരു മോന്റെ പ്രായമല്ലേ ഉള്ളൂ, മേടിച്ചു തരാന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും ആളെ കൂട്ടി പോയോ? ചേച്ചി ആളെ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ, പാവാണ്. എന്തായാലും നോക്കാം, നമുക്ക് ആരൊക്കെ കൊണ്ടുവരും നോക്കാം, അത് കഴിക്കും നോക്കാം. നമ്മളിതിന് അവർക്ക് എന്ത് ചെയ്യാം, മെനു കംപ്ലീറ്റ് സെറ്റ് ആക്കാം. ഇതാണ് ഇവരുടെ മെനു വരുന്നത് കേട്ടോ. ഇത്രയും ഐറ്റംസ് വരുന്നുണ്ട്: സലാങ്കാറ്റ, കോഷറി, ചീസ് ബോംബ്, കപ്സ, ലുവ, കസ്റ്റൂട്ട, ആംബ്ലി, പിന്നെ ഹെബ കേക്ക്. ഇത് കമ്മിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്തെടുക്കാം, ഓരോന്നെടുക്കാം. മെനുവിലെ ഐറ്റംസ് ഒന്നും എടുത്തുള്ളൂ, അവസാനം എടുത്തു. കുറെ ആൾക്കാരെ പുറത്ത് വെയിറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധനം എടുത്തുള്ളതാണ്. സോ ഓൾമോസ്റ്റ് ഐറ്റംസ് സെറ്റ്. ചേച്ചി കൊണ്ടുവന്ന ആളുകൾ ഇത്രയും പേരുണ്ട്. ഇത് ആരൊക്കെയാണ് ചേച്ചി? ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സുകളാണ്, ഇതൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്, ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ്. ഓക്കെ, ഇത് ഫാമിലി, ഇത് ഫ്രണ്ട്സും. ഓക്കെ, റെഡിയാണോ? റെഡിയാണ്. നിങ്ങളൊക്കെ റെഡിയാണോ? ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല. കംപ്ലീറ്റ് ഈ മെനു നിങ്ങൾ കഴിക്കണം. ഓക്കെ അല്ലേ? കഴിക്കൂലേ നിങ്ങള്? ഷുഗറിന് പ്രശ്നമൊന്നുമില്ലല്ലോ നമുക്ക്? ഓക്കെ, പോവാ. ചേച്ചിക്ക് വേറെ എന്തെങ്കിലും? വേറെ ഒന്നുമില്ല, സന്തോഷം. പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായി പോയി. അതെ, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് തന്നെ വേണം തോന്നി വീണ്ടും പറയണം. നീ കംപ്ലീറ്റ് ചെയ്ത് ഉറപ്പോ? ചേച്ചിയോ നിങ്ങള് കഴിക്കുമോ? കംപ്ലീറ്റ് ചെയ്യും. കഴിച്ച് കംപ്ലീറ്റ് ചെയ്യും. അതിനും പ്രശ്നമല്ല, സീറ്റിൻ്റെ ആളാണ്. ചേച്ചി കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്യും എല്ലാവരും? ഒന്നിലും വരും. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് അത് ടേസ്റ്റ് ആക്കുന്നത്? പിന്നെ ഞങ്ങളുടെ ചാനലിൽ കൂടെ ഞങ്ങൾക്ക് തീർത്തതിനെ കുറിച്ച് തീർത്തു എല്ലാം കൊണ്ടും തീർക്കുകയും ചെയ്യണം. നല്ല ടേസ്റ്റ് ആയിരുന്നു. ചാലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവരും. ഒരു അത്ഭുതം, അതിശയം എന്നൊക്കെ വേണം പറയാം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഇത് നടന്നത്. യാദർശികമായിട്ട് പോയി എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. നീ ഒരുപാട് മോനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. ടീച്ചറുടെ കാര്യം പറയാനാണ്. 2 ദിവസമായിട്ട് വൈകാണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി വന്നപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ ചേച്ചിയുടെ അവിടെ നല്ല മനസ്സിന് നല്ലൊരു പ്രതിഫലം കിട്ടിയത്. സോ ഇതാണ് നല്ല ആൾക്കാർക്ക് എപ്പോഴും നല്ല ചാലഞ്ച് വിൻ ചെയ്തോണ്ടേ എത്ര എമൗണ്ട് ആവും ചേച്ചിക്ക് പറയാൻ പറ്റും? എമൗണ്ട് ഒരു 2500 രൂപ. 2500 രൂപ അത്രയൊക്കെ കണ്ടോ? എത്ര? 1500. 500. അമ്മ പറയാം എത്ര എമൗണ്ട് ആയിരിക്കും? മോള് പറ എത്ര ആയിരിക്കും? ഒരു എമൗണ്ട് പറ. 500? 1000. ഞാൻ പറഞ്ഞല്ലോ 2000. 5000. ഒരു 7000 രൂപ. ഒരു മാക്സിമം ഒരു 10 രൂപ. 10 രൂപ. ഹാപ്പിയായോ? ഹാപ്പിയായി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് 5000? അല്ല, ഇങ്ങനെ ഒരു അനുഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ ഒരു അനുഭവം എന്ന് വെച്ചാൽ എന്നെ വിളിച്ച് ഇങ്ങനെ തരുന്ന ആദ്യമായിട്ടാണ്. ഞാൻ പണിയെടുക്കുന്ന പൈസ അല്ലാതെ 1 രൂപ പോലും ഈ ലോകത്ത് എനിക്ക് ആരും 1 രൂപ പോലും തരാനില്ല. ഞാൻ പണിയെടുക്കുന്ന പൈസ പണിയെടുത്തു അല്ലാതെ ഇങ്ങനെ എനിക്ക് കിട്ടുന്ന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്.
അങ്ങനെ എപ്പോഴും ആഗ്രഹിക്കും ഞാൻ പണിയെടുക്കാതെ എനിക്ക് ഒരു രൂപ ആരെങ്കിലും തരാനുണ്ടാവുമെന്ന്. പക്ഷെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഹാപ്പി മോനായി കണ്ടാൽ ഇപ്പൊ പങ്കെടുത്തതും എനിക്ക് ഒരു ഫുഡ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാൽ മനസ്സിനാണ് ഈ പൈസ. ചേച്ചിന്റെ ഈ മനസ്സിനാണ് ഈ പൈസ. ഹാപ്പിയായോ? നിങ്ങൾ ഹാപ്പിയായോ? ഓക്കെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവും. കരയണമെന്നാ ചേച്ചി? സന്തോഷം കൊണ്ടാ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കസർലബാറിന്റെ ലൊക്കേഷൻ വരെ തോപ്പുംപടിയാണ്. നിങ്ങൾ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രേ ഉള്ള വീഡിയോ. ഞാൻ എക്സ്പെക്ട് ചെയ്യേണ്ട അപ്പുറത്തായിരുന്നു ചേച്ചി. അപ്പോൾ അത്രേ ഉള്ളൂ. ചേച്ചീൻ്റെ നല്ല മനസ്സിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ആളുകളെ ഇങ്ങനത്തെ മനസ്സിലുള്ള ആളുകൾ റയറല്ലേ അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. ബൈ 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 ബൈ.